രാസവസ്തുക്കൾ ഉപയോഗിച്ച് തുണികൾക്ക് വെള്ളനിറം ലഭിക്കുന്നതിന് ചെയ്യുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് ബ്ലീച്ചിങ് എന്നാണ്. തയ്യൽ ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആൻസർ 4 ആയി. ടേപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓയിൽ ക്ലോത്ത്. ത്രികോണാകൃതിയിലുള്ളതും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമായ ഉപകരണം ഏത്? പേപ്പർ സ്കെയിൽ. ചെറുതാക്കി വരച്ച കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? ആൻസർ പേപ്പർ സ്കെയിൽ. ലേഔട്ട് വരച്ച് തുണി കണക്കാക്കുന്നതിന് ഏത് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്? ആൻസർ പേപ്പർ സ്കെയിൽ. തയ്യൽ തുമ്പിലെ വർക്ക് സിക്സകായി വെട്ടുന്നതിന് ഏത് കത്രികയാണ് ഉപയോഗിക്കുന്നത്? പിങ്കിങ് കത്രിക. തുണിയുടെ നീളവശത്തെ വർക്കിന് പറയുന്ന പേരെന്ത്? റാപ്പ്. തുണിയുടെ ഊടുവശത്തിന് പറയുന്ന പേരെന്ത്? ആൻസർ വെഫ്റ്റ്. മസിൻ കൊണ്ടുള്ള കനം കുറഞ്ഞ തുണിയാണ് പ്രസ് ക്ലോത്ത്. സൂചിക്ക് മൂർച്ച കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നത് എമറി സഞ്ചി. വസ്ത്രം ചീത്തയാകാതിരിക്കുന്നതിനും നൂൽ, കത്രിക മുതലായവ വേഗം എടുത്ത് ഉപയോഗിക്കുന്നതിനും സഹായകമായി വസ്ത്രത്തിനു മുകളിൽ ധരിക്കുന്ന വസ്ത്രം ഏത്? ആൻസർ ഏപ്രൺ. പരുത്തിയെ വിളിക്കുന്ന പേരാണ് ദ കിങ് ഓഫ് ടെക്സ്റ്റൈൽസ് ഫൈബർ. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകളിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള നാരാണ് ലിനൻ നാര്. വസ്ത്രങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആൻസർ നിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്യൂൺ ഓഫ് ടെക്സ്റ്റൈൽസ് ഫൈബർ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ആൻസർ പട്ട്. ദ അപ്പേരൽ ഓഫ് പ്രൊക്ലെയിം ദ മെൻ ആരുടെ വാക്കുകളാണ്? ഷേക്സ്പിയർ.